കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും കുട്ടന്തിരുത്ത് ക്രിയേഷൻസിൻ്റെ പുതുവത്സരാശംസകൾ. 2024 നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം കുഴപ്പങ്ങളൊക്കെ പിടിച്ച ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ 2025 നമ്മൾക്ക് വലിയ ശുഭപ്രതീക്ഷയാണ്. കുട്ടന്തിരുത്ത് ക്രിയേഷൻസിനെ സംബന്ധിച്ചിടത്തോളം 2025 ഞങ്ങളുടെ പ്രതീക്ഷയുടെ വർഷമാണ്. കാരണം നമ്മൾ കുറേ പ്രോജക്റ്റുകൾ അണിയറയിൽ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ വ്യൂവേഴ്സ് കൂടിക്കൂടി വരുന്നുണ്ട്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് അകമഴിഞ്ഞ നന്ദി. കൂടാതെ നിങ്ങൾ ഇനിയും തുടർന്ന് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഓരോ പ്രോജക്റ്റുകളും നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം. അങ്ങനെ ഞങ്ങളുടെ ചാനൽ ഒന്ന് എന്താ പറയുക, നല്ല രീതിയിലേക്ക് ആക്കി തരാനായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം. ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിംസാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു 7 ഷോർട്ട് ഫിലിമോളം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷോർട്ട് ഫിലിം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. കൂടാതെ മ്യൂസിക് ആൽബം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വളപ്പൊട്ടുകൾ എന്നും പറഞ്ഞിട്ടൊരു സംഭവം നമ്മളുടെ തന്നെ ഒരു ടീം അംഗമായ മകേഷ് എഴുതി ട്യൂൺ ചെയ്ത് അവൻ തന്നെ പാടി അഭിനയിച്ചിട്ടുള്ള ഒരു ആൽബമാണ് വളപ്പൊട്ടുകൾ. വളരെ ഹാർട്ട് ടച്ചായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് തരിക. ഈ 2025 വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടന്തിരുത്ത് ക്രിയേഷൻസ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബ്ബിങ്, റെക്കോർഡിങ്, എഡിറ്റിംഗ്, മ്യൂസിക്, അതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമ്മളുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹകരണവും ഈ ഒരു പുതുവത്സരത്തിൽ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. എല്ലാവർക്കും അടിപൊളിയാവട്ടെ. എല്ലാവർക്കും സകലവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും എന്താണോ വിചാരിക്കുന്നത് അതെല്ലാം നടക്കാനുള്ള ഒരു സാഹചര്യം ഈശ്വരൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്.